ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടും അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെയും അകമ്പടിയോടും കൂടെ ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 17ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസ തീവ്രതയോടുകൂടെ തന്നെ ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമാകുകയും അതോടൊപ്പം നല്ല ശ്രദ്ധയോടുകൂടെ വചനം ശ്രവിക്കുകയും ചെയ്യാം. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 76-ാമത്തെ വാക്യമാണ്. 76-ാമത്തെ വാക്യം. സക്കറിയ തന്റെ മകനായ സ്നാപക യോഹന്നാനെ കുറിച്ച് ദൈവത്തിന്റെ ദർശനം തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പ്രവചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴി ഒരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴി ഒരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. എത്രയോ സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൻ മകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദർശനം, ദൈവത്തിന്റെ പദ്ധതി അത് തിരിച്ചറിഞ്ഞ് മകനോട് സംസാരിക്കുകയാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരപ്പനും അമ്മയും ദൈവത്തിന് തന്റെ മക്കളെ കുറിച്ചുള്ള പദ്ധതി കൃത്യമായിട്ട് ഗ്രഹിക്കേണ്ടവരാണ്. അത് തിരിച്ചറിയേണ്ടവർ തന്നെയാണ്. 127-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവിന്റെ ദാനമാണ് മക്കൾ. മക്കൾ കർത്താവിന്റെ ദാനമാണെങ്കിൽ ദാനം നൽകുന്നവനായ ദാതാവായ ദൈവം, ഈ ദൈവത്തിന് മക്കളെ കുറിച്ചുള്ള കാര്യം, മക്കളെ കുറിച്ചുള്ള സ്വപ്നം എന്തെന്ന് അപ്പനും അമ്മയും ഗ്രഹിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. നമ്മൾ പിള്ളേരോട് ചോദിക്കും, വലുതാകുമ്പം മോളെ നീ ആരാകാൻ ആഗ്രഹിക്കുന്നത്? വലുതാകുമ്പോ മോനെ നീ ആരാകാനായിട്ടാണ് സ്വപ്നം കാണുന്നത്? ഇത് മകനോടും മകളോടും ചോദിക്കുന്നതിലും അതിപ്രധാനമായിട്ട് അതിനും മുൻപേ തന്നെ നമ്മൾ ചോദിക്കേണ്ടത് ദൈവത്തോടാണ്. കാരണം ദൈവത്തിൽ നിന്ന്, ദാതാവായ ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതാണ് മക്കളായ ഇവർ ഓരോരുത്തരെയും. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും തന്നെ ദൈവത്തിന്റെ പക്കൽ അന്വേഷിക്കണം. ഇവരെ കുറിച്ചുള്ള പദ്ധതി എന്ത്? ഈശോ പറഞ്ഞു, അന്വേഷിക്കുവിൻ, കണ്ടെത്തും. ദൈവത്തിന്റെ പക്കൽ അന്വേഷിച്ചാൽ മകനെ കുറിച്ചും മകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീർച്ചയായിട്ടും ഗ്രഹിക്കാനായിട്ട് പറ്റും. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചല്ല മകനും മകളും യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ചേരുന്ന അവസ്ഥയിൽ അവരെ അൺഫിറ്റ് ആയിട്ട് തീരും. ഇപ്പം എഞ്ചിനീയർ ആകാൻ ദൈവം സ്വപ്നം കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഡോക്ടറായി തീർന്നാൽ അവിടെ അൺഫിറ്റ് ആയി തീരും. യോനായെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. യോനായെ നിനവയിലേക്ക് പോകാനായിട്ടാണ് ദൈവം നിയോഗിച്ചത്. എന്നാൽ യോന നിനവേക്ക് നേർ വിപരീത ദിശയിലുള്ള താർശീഷിലേക്ക് കപ്പൽ കയറി. താർശീഷിലേക്ക് കപ്പൽ കയറിയ യോന കപ്പലിൽ അൺഫിറ്റ് ആയി ചേർന്നു. അവൻ ആ കപ്പലിൽ, താർശീഷിലേക്കുള്ള കപ്പലിൽ പോകേണ്ടവനല്ലായിരുന്നു. അതുകൊണ്ട് അവൻ യാത്ര ചെയ്ത കപ്പലും ആ കപ്പലിൽ ഉണ്ടായിരുന്ന യാത്രക്കാരൻ തന്നെ അപകടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വപ്നം അനുസരിച്ച് നമ്മൾ എത്തിച്ചേരേണ്ടിടത്ത് എത്തിച്ചേരാതെ വിപരീത ദിശയിൽ യാത്ര ചെയ്താൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ അൺഫിറ്റ് ആയി തീരും. നമ്മൾ ഒട്ടും ചേരാത്ത വ്യക്തികളായി തീരും. അതുകൊണ്ട് തന്നെ ഈ സത്യം ഗ്രഹിക്കുക. ഒരപ്പനും അമ്മയും തീർച്ചയായിട്ടും മകനും മകളും അവർ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ആരായി തീരണമെന്നുള്ള ഒരു അന്വേഷണം നിരന്തരം നടത്തുക, നിരന്തരം നടത്തണം. ദൈവദർശനത്തിൽ അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടെ അന്വേഷിക്കുക. ഈശോയെ, എന്റെ മകനെ കുറിച്ച്, എന്റെ മകളെ കുറിച്ച് നിന്റെ പദ്ധതി എന്താണ്? ഇവർ ഏത് രീതിയിലേക്ക് പരിണമിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ലക്ഷ്യം ആദ്യം അങ്ങ് അറിഞ്ഞാൽ അതനുസരിച്ച് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതനുസരിച്ച് തന്നെ മക്കളെ രൂപീകരിച്ചെടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ നമ്മൾ എല്ലാവരും കൂടുതൽ ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം.
കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.